Hello guys, welcome back to my channel Kunata's Life. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗുരുവായൂർ ഏകാദശിയാണ്. ഞാൻ രാത്രിയാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ലൈറ്റുകളൊക്കെ ഇട്ടാണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഗൈസ് അവിടെ കുറേ റൈഡുകളുണ്ടായിരുന്നു. വഞ്ചി, യന്ത്രൂഞ്ഞാല്, അങ്ങനെ കുറേ റൈഡുകളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് കോളിഫ്ലവർ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ചമ്മന്തി ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഇതാണ് അവിടുത്തെ വഞ്ചി. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പേടിച്ചിട്ട് ഓടിയിടായിരുന്നു. അവിടെ കുറേ കടകളുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞങ്ങളൊരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡ്രാഗൻ്റെ ട്രെയിനായിരുന്നു. നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് റൈഡ് പൊളിയായിരുന്നു. ഞങ്ങൾ റൈഡൊക്കെ കയറി കഴിഞ്ഞിട്ട് ഞാൻ കയ്യിൽ മൈലാഞ്ചി അച്ചടിക്കാനാണ് പോയത്. എനിക്ക് വളരെ ഇഷ്ടമാണ് മൈലാഞ്ചി അച്ചടിക്കാൻ. അപ്പോൾ ഞാനൊരു അമ്മാമ്മയുടെയും ചേച്ചിയുടെ അടുത്താണ് പോയത്. അപ്പോൾ അവർ ഏത് ഡിസൈനാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ ഡിസൈൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനൊരു ഡിസൈൻ അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരത് മുക്കിയിട്ട് എൻ്റെ കൈയും അച്ചടിച്ചു. അച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വിരലും അച്ചടിക്കുകയാണ്. അപ്പം അത് ആ ഡിസൈന് മുക്കിയിട്ട് എൻ്റെ വിരലുമേ അച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദ്യം അച്ചടിച്ചപ്പോൾ തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ വരയും ചില ഭാഗമൊക്കെ തെളിയും, ചില ഭാഗത്തൊന്നും തെളിഞ്ഞായിരുന്നില്ല. അപ്പം ഞങ്ങൾ വീണ്ടും പറഞ്ഞു ഒന്നും കൂടി അച്ചടിക്കാൻ തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അവർ വീണ്ടും അച്ചടിച്ചു തന്നു. അത് കഴിഞ്ഞിട്ട് സൈഡിലാണ് അച്ചടിച്ചത്. അതൊരു ഇലയുടെ ഷേപ്പായിരുന്നു. എൻ്റെ കൈ വലുതായ കാരണം കൊണ്ടാണെന്ന് തോന്നുന്നു അവർ സൈഡിലൊക്കെ അച്ചടിച്ചത്. അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഇലയുടെ ഷേപ്പായിരുന്നു അച്ചടിച്ചത്. അങ്ങനെ അതച്ചടിച്ചു. അത് കഴിഞ്ഞിട്ട് അവർ കൈ കൊണ്ട് അമർത്തി. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ വീണ്ടും അവിടെ അച്ചടിച്ചു തന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണാൻ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോയി. അവിടെ ഡാൻസ് ഉണ്ടായിരുന്നു. സൂപ്പർ ഡാൻസ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ.